നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മഴ കാരണം യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഈ കളക്ടർമാർ വന്നിട്ട് അവധി കൊടുക്കും കുട്ടികൾക്ക് സ്കൂളിൽ. ഈ അവധി കൊടുക്കുന്ന സമയത്ത് അല്ല ദിവസം ഒരു രക്ഷയില്ലാത്ത വെയിലായിരിക്കും. ഇന്നും അതേപോലെ ഒരു അവധി കൊടുത്തേക്കുന്ന ദിവസമാണ്, നല്ല വെയിലുണ്ട്. നമ്മളിതാ ഈ ടൊയോട്ടോ ക്യാമറിയോടൊപ്പം ഒരു മൺസൂൺ യാത്ര പോകാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ യാത്ര പോകുന്നത് പാലക്കാട്ടേക്കാണ്. അപ്പോൾ പാലക്കാടിന് കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ വളരെ കൂടുതലാണല്ലോ സാധാരണ വാഹനങ്ങളെക്കാൾ കൂടുതലും. അപ്പോൾ ഈ നമ്മളുടെ ക്യാമറി എത്ര മൈലേജ് തരുന്നുണ്ട് എന്ന് ഈ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഹൈബ്രിഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കൂടുതലും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് അല്ലെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ക്യാമറിയെ എന്ന ഈ ഒരു സെഡാൻ വാഹനത്തെ കുറച്ചും കൂടി അടുത്തറിയാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യം ഈ ഒരു യാത്രയുടെ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? പോയി കണ്ടു നോക്കാം. വണ്ടി നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂവലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് എന്തായാലും അറിയാം ഈ വാഹനം എത്രത്തോളം ഫ്യൂവൽ എഫിഷ്യൻസി തരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ആ കാര്യം ടെസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ക്യാമറയുമായിട്ട് ഇപ്പോൾ എത്തിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതിക്കടുത്ത് പോത്തുണ്ടി ഡാം, അതിന് തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക്. അപ്പോൾ 2.5 ലിറ്ററാണ് ഈ ഒരു വാഹനം വരുന്നത്. 2.5 ലിറ്റർ പെട്രോൾ നാച്ചുറൽ ആസ്പിറേറ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇത് കൂടാതെ ഒരു ബാറ്ററി പാക്കും വരുന്നുണ്ട്. അങ്ങനെ ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ പറഞ്ഞ ടൊയോട്ടോ ക്യാമറി എന്ന ഈ ഒരു വാഹനം. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടേക്ക് എത്തിയപ്പോൾ ഒരു രക്ഷയുമില്ല ഡ്രൈവ് എക്സ്പീരിയൻസ്. അത് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹാൻഡ്ലിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ തീർച്ചയായും എടുത്തു പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഈ ഒരു വാഹനമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസ് നിങ്ങൾ ക്യാമറയുടെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റ് തന്നെയാണ്. വളരെ മിതമായുള്ള സർവീസ് കോസ്റ്റാണ്. അറിയാം, ടൊയോട്ടയുടെ സർവീസ് കോസ്റ്റിനെ പറ്റിയും റിലയബിലിറ്റിയെ പറ്റിയൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ കമ്പയർ ചെയ്യാവുന്നത് എനിക്ക് തോന്നുന്നു BMW 3 സീരീസ്, അതേപോലെ തന്നെ മെർസിഡീസ് C ക്ലാസ്, അങ്ങനെയുള്ള വാഹനങ്ങളെ Audi A4 തുടങ്ങിയ വാഹനങ്ങളുമായിട്ടാണ് ഈ ഒരു വാഹനത്തെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സർവീസിൻ്റെ കോസ്റ്റ് നമ്മൾ തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ. കാരണം മറ്റുള്ള വാഹനങ്ങൾ എന്താ പറയുക, സർവീസിന് കൊടുക്കുമ്പോൾ എത്രത്തോളം കോസ്റ്റ് ആകും എന്നുള്ള കാര്യം നമ്മൾക്ക് ഊഹിക്കുകയും അറിയുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷറി വാഹനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് തന്നെയാണ്. സർവീസ് കോസ്റ്റ് വളരെ വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ്, തീർച്ചയായിട്ടും വാഹനം ഓടിച്ചു നോക്കുക തന്നെ വേണം ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ. നമ്മളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈബ്രിഡ് വാഹനമാകുമ്പോൾ എത്രത്തോളം ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും എന്ന് അറിയുക തന്നെയാണ്. അപ്പോൾ ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് ഏകദേശം 13 പോയിൻറ്റ് സംതിങ്ങോളമാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഫ്യൂവൽ എഫിഷ്യൻസി ഇത്ര നേരം കിട്ടിയത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് തന്നെയാണ് ഈ ഒരു വാഹനം ഹൈവേയിൽ വന്നത്. അറിയാമല്ലോ, ഹൈവേയിൽ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് നമുക്ക് തൃശ്ശൂർ മുതൽ പാലക്കാട് വരെ വരുന്നത്. അപ്പോൾ ആ ഹൈവേയിൽ നല്ല രീതിയിൽ നമ്മൾ ഓടിച്ചു നോക്കി, നല്ല ഹൈ ത്രോട്ടിൽ തന്നെ നമ്മൾ ഈ ഒരു വാഹനം ഉപയോഗിച്ച് നോക്കി. അപ്പോൾ കിട്ടിയ മൈലേജാണ് ഞാൻ ഈ പറഞ്ഞ 13 പോയിൻറ്റ് സംതിങ്. ഇനി നമുക്ക് ഹൈ റേഞ്ചാണ്, നെല്ലിയാമ്പതിയിലേക്കാണ് കയറേണ്ടത് കേട്ടോ. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ എത്രത്തോളമാണ് ഈ ഒരു വാഹനം തരാൻ പോകുന്ന ഫ്യൂവൽ എഫിഷ്യൻസി എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഓടിച്ചു കയറി നോക്കിയാലോ. 5700 RPM 175 BHP പവറാണ് ഈ ഒരു വാഹനം നമുക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഹൈവേയിലുള്ള പെർഫോമൻസിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഹൈവേയിൽ വളരെ മനോഹരമായ പെർഫോമൻസാണ് ക്യാമറ നമുക്ക് തന്നത്. ഇനി വേറൊരു കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, നെല്ലിയാമ്പതിയുടെ ഈ ഒരു മനോഹാരിതയിൽ ഈ ഒരു റോഡ് ഒരുപാട് വലിയ ബിറ്റുമിൻ ടാറിങ്ങുള്ള വലിയ ടാർട്ട് റോഡൊന്നുമല്ല, അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. പിന്നെ ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മനോഹാരിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 100ഓളം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ താണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ.
അതുമാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വണ്ടി എടുത്ത സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. ഒരുപാട് ഇങ്ങനെയുള്ള റോഡ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഈ ഒരു വാഹനം നമുക്ക് തന്നിട്ടില്ല കേട്ടോ. വളരെ കൂളായിട്ട് തന്നെയാണ് ക്യാമറ ഇത്രയും ദൂരം നമ്മളോടൊപ്പം വന്നത്. അപ്പോൾ ഹൈ റേഞ്ച് കയറുന്ന സമയത്ത് നമ്മളും ഫ്യൂവൽ എഫിഷ്യൻസി ഡ്രോപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച അത്രയും വലിയൊരു ഡ്രോപ്പ് ഫ്യൂവൽ എഫിഷ്യൻസിയിൽ നമുക്ക് കിട്ടുന്നുണ്ടായില്ല. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലവും മഞ്ഞുകാലവും ഒക്കെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് നമ്മളുടെ വണ്ടികൾക്കും കൊടുക്കേണ്ട ഒരു പരിപാലനമാണ് സർവീസ്. തീർച്ചയായിട്ടും ഇവൻ്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സർവീസ് സെൻറ്റേഴ്സ് നമുക്ക് എല്ലായിടത്തും ഏതൊരു ചെറിയ സിറ്റിയിൽ ചെന്നാലും ടൊയോട്ടയുടെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ ഈ വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് നോക്കുമ്പോൾ കേരളത്തിൽ ചിലപ്പോൾ 2-3 സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും സർവീസ് സെൻറ്റേഴ്സ് വരിക. അതേസമയം ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ സർവീസ് സെൻറ്റേഴ്സ് ടൊയോട്ടയുടെ ഏത് സർവീസ് സെൻറ്ററിലും ഈ ഒരു വാഹനം സർവീസ് ചെയ്ത് നമുക്ക് ഇറക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പരിപാലിക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ് കേട്ടോ. ക്യാമറയുടെ വാറണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ 5 വർഷം നമുക്ക് ഈ ഒരു വാഹനത്തിന് വാറണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ. ഇത് രണ്ടിൽ ഏതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വാറണ്ടി കിട്ടുക. അത് തന്നെ വലിയൊരു കാര്യമാണ്. ടൊയോട്ടയുടെ വാറണ്ടി ഇത്രയും വലിയ കാലയളവിലേക്ക് നമുക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം. ടൊയോട്ട കാമറി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ, ഈ മാസം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2,72,000 രൂപയോളമാണ് നമുക്ക് ഡിസ്കൗണ്ടായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വാഹനം ഇയർ ബാക്ക് വാഹനമോ അല്ലെ അങ്ങനെയുള്ള വാഹനമായിരിക്കും കിട്ടുകയെന്ന്. ഒരിക്കലുമല്ല. പുതിയ വാഹനം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇയർ ബാക്കോ മറ്റൊന്നുമല്ല. ടൊയോട്ട കൊടുക്കുന്ന ഓഫേഴ്സാണ്. ഒരു അത്യാകർഷമായ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഫിനാൻസിൽ നിങ്ങൾക്ക് നല്ല സ്കീമുണ്ട്. അതും ടൊയോട്ടോ ഫിനാൻസിലാണ് നല്ല സ്കീം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. ഇനി വേറൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ കേരളത്തിൽ എവിടെ വേണം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിച്ചോളൂ. അവർ ഡോർ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് വാഹനം കൊണ്ട് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് നിങ്ങൾക്ക് തരും. അതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു സുവർണാവസരം തന്നെയാണ് ടൊയോട്ട കാമറി എന്ന വാഹനം സ്വന്തമാക്കാനായിട്ട് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. നമ്മളങ്ങനെ തിരികെ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 280-ലധികം കിലോമീറ്റർ ഈ ഒരു ടൊയോട്ട ക്യാമറയുമായിട്ട് നമ്മൾ യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഇത്രയും നോക്കി കഴിഞ്ഞാൽ ഇവിടെ ിലേക്കാണ് യാത്ര ചെയ്തത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയില്ല, രാവിലെ നല്ല വെയിലായിരുന്നു, എറണാകുളത്ത് നല്ല കാലമായിരുന്നു. പക്ഷേ നമ്മൾ നെല്ലിയാമ്പതിയിൽ എത്തിയപ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോടമഞ്ഞ്, ചാറ്റൽ മഴകൾ, വലിയ മഴകൾ, ഇതെല്ലാം നമ്മൾ ആസ്വദിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു വാഹനം നമുക്ക് തന്ന പെർഫോമൻസ് അല്ലെ മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം തൊട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യുവൽ ഫുൾ ടാങ്ക് അടിച്ച സമയത്ത് ഏകദേശം 580 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു വാഹനം അന്നേരം കാണിച്ചത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ നമ്മൾ 285 കിലോമീറ്റർ ഓടിച്ചു. ഇനിയും ഏകദേശം 420 കിലോമീറ്റർ ഈ വാഹനം യാത്ര ചെയ്യാൻ പറ്റുന്ന ഫ്യുവൽ ഇതിനകത്തുണ്ട് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 700 കിലോമീറ്ററോളം ഒറ്റ ഫുൾ ടാങ്കിൽ കിട്ടുമെന്നാണ് അതിൻ്റെ ഒരു വരുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന 14.5 കിലോമീറ്റർ അല്ലാതെ അതിന് ഫ്യൂവൽ എഫിഷ്യൻസി ഏകദേശം 15-16 കിലോമീറ്റർ പെർ ലിറ്റർ എങ്കിലും നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി എക്സാക്റ്റ് കിട്ടും. നമ്മൾ ടാങ്ക് ടു ടാങ്ക് നമ്മൾ അടിച്ചു നോക്കിയിട്ടില്ല. അടിച്ചു നോക്കിയെങ്കിൽ എക്സാക്റ്റ് കൃത്യമായിട്ട് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും 15 കിലോമീറ്റർ മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഹൈവേയിൽ അറൗണ്ട് 100 കിലോമീറ്ററിന് മുകളിൽ തന്നെ നമ്മൾ സ്പീഡിൽ ഈ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ റേഞ്ച് നല്ല രീതിയിൽ നമ്മൾ ത്രോട്ടിൽ തന്നെയാണ് ഈ വാഹനം ഉപയോഗിച്ച് കയറിയത്. അതുകൊണ്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് നോർമൽ സാധാരണ ഒരു കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 18 എങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കുറഞ്ഞത് നമുക്ക് റിയൽ
എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇക്കോ മോഡിൽ നമ്മൾ ഈ വാഹനം സ്പോർട്സ് മോഡിലും നോർമൽ മോഡിലുമാണ് കൂടുതൽ ടൈമും ഡ്രൈവ് ചെയ്തത്. ഇക്കോ മോഡിൽ വളരെ കുറച്ച് നേരം മാത്രമാണ് ഓടിച്ചു പോയി. കാരണം അതിൻ്റെ ഡ്രൈവിൻ്റെ ഒരു സുഖം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്പോർട്സ് മോഡിൽ തന്നെ ഈ ഒരു വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. പിന്നെ ഈ ഒരു വാഹനത്തെ പറ്റി ഞാൻ അഡീഷണൽ പറയേണ്ടതില്ല. ആ ഒരു 2.5 ലിറ്റർ ആ പെട്രോൾ എഞ്ചിൻ തരുന്ന ആ ഒരു പവറും ആ ഒരു യാത്രാസുഖവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, യാത്രാസുഖം. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ്റെ ECVT എന്ന ട്രാൻസ്മിഷൻ ഒരു രക്ഷയുമില്ല. ഒരു ശകലം പോലും ലാഗ് നമുക്ക് എങ്ങും സമ്മാനിക്കാതെ വളരെ കൂളായിട്ടാണ് ഈ ഒരു വാഹനം അവിടം വരെ കൊണ്ടുപോയത്. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഈ ഹൈ റേഞ്ച് ഒക്കെ കയറുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു ഗിയറിൻ്റെ ട്രാൻസ്മിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉള്ള ലാഗ്, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു അരോചകത്വം ഉണ്ടാകും. ഈ 280 കിലോമീറ്റർ ഞാൻ തന്നെത്താനെയാണ് ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഓരോ കാര്യങ്ങളും ആ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളും യാത്ര ചെയ്തതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഒരിടത്തും ലാഗ് നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ബാറ്ററി പാക്കിൽ നിന്നും ഈ വാഹനത്തിൻ്റെ 2.5 ലിറ്റർ എഞ്ചിനിലേക്ക് മാറുന്ന ആ ഒരു വ്യത്യാസ സമയങ്ങൾ, ഇതൊന്നും തന്നെ ഒരു കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ അറിയിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം എടുത്ത് പറയണം. പിന്നെ ഡ്രൈവിംഗ് പൊസിഷനുകൾ, കാരണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ അതൊന്നും നമ്മളെ ഇത്രയും ഏറെ ദൂരം യാത്ര ചെയ്തതിൻ്റെ ഒരു ഹാങ് ഓവറോ അല്ലെങ്കിൽ ഒരു ശരീരത്തിനൊരു പ്രശ്നമോ ഒരു കാര്യങ്ങളും ഈ വാഹനം ഇതുവരെ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് ഡ്രൈവിംഗ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനം ഇന്ന് നമ്മൾ കൊണ്ടുപോയി ഈ ഒരു മൺസൂൺ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ക്യാമറി എന്ന വാഹനം ഓടിച്ചു നോക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും പാഴാക്കരുത് എന്നാണ് ഞാൻ പറയുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക, ഈ ക്യാമറി എന്നുള്ള വാഹനം ആണ് എന്നുള്ള കാര്യം അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാവുന്നതാണ്. അപ്പോൾ കൈരളി ടൊയോട്ടയാണ് നമുക്ക് ഇന്ന് ഈ ഒരു വാഹനം തന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൈരളി ടൊയോട്ടയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടും. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക്. എപ്പോഴെങ്കിലും നിങ്ങൾ ഇതൊരു 1 ടൈമെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിരിക്കുക തന്നെ വേണം ഈ ഒരു വാഹനത്തെ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു മൺസൂൺ ഡ്രൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. കാരണം വാഹനത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം സംസാരിച്ചില്ല. കാരണം എല്ലാവരും കണ്ട വാഹനമാണ്, അറിഞ്ഞ വാഹനമാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്തത് ജസ്റ്റ് ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഒന്ന് ടെസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു മൺസൂൺ ഒന്ന് അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമായെന്ന് കരുതുന്നു. ടെസ്റ്റ് ഡ്രൈവ് വേണ്ടവർ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുക്കുക, വിളിക്കുക. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസിന് ചാനലുകൾ ഫോളോ ചെയ്യുന്ന കാര്യവും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങളൊന്ന് പരിഗണിച്ചേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് വീഡിയോയുമായി, അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത ഡീൽ വീഡിയോയുമായി വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.